സ്നേഹമുള്ളവരെ, നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്ത യാഥാർത്ഥ്യം, നമ്മുടെ കഴിവുകളോടൊപ്പം ദൈവത്തിൻ്റെ ഒരു കൃപയും കരുണയും നമ്മെ തേടിയെത്തുമ്പോഴാണ് നമ്മുടെ ഉദ്യമങ്ങൾ വിജയിക്കുന്നത് എന്ന്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21 അധ്യായത്തിൽ പ്രഗത്ഭരായ മീൻപിടുത്തക്കാരായ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഒരുമിച്ച് മീൻ പിടിക്കാനായി പോകുന്നു. പകലന്തിയോളം അവർ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല. പിന്നീട് യേശു വന്ന് വള്ളത്തിൻ്റെ വലതുഭാഗത്ത് വലയിടുക എന്ന് പറയുമ്പോൾ അവരത് അക്ഷരം പ്രതി അനുസരിച്ച് അവർക്ക് ധാരാളം മീൻ ലഭിക്കും. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അത് പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, സന്തോഷങ്ങളുടെ അനുഭവങ്ങളായിക്കൊള്ളട്ടെ, ദൈവത്തെ ചേർത്ത് പിടിച്ച് അധ്വാനിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവമില്ലാത്ത അധ്വാനങ്ങൾ മിച്ചമോ മെച്ചമോ നമുക്ക് നൽകണമെന്നില്ല. ദൈവമുള്ള അധ്വാനങ്ങൾ മിച്ചവും മെച്ചവുമായി മാറും. അന്ന് ആ തിബേരിയാസ് കടപ്പുറത്തിരുന്നു കൊണ്ട് പത്രോസ് നമ്മോട് പറയുന്നു, ഞാൻ തിരിച്ചറിയുന്നു, ഇന്നോളം എൻ്റെ വലയിൽ മീൻ കുടുങ്ങിയത് എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് കണ്ണിമ ചിമ്മാതെ ഒരു ദൈവം എനിക്ക് കാവലിരുന്നത് കൊണ്ടാണ്. നമ്മുടെ അധ്വാനങ്ങളിൽ കണ്ണിമ ചിമ്മാതെ ഒരു ദൈവം നമുക്ക് ഒപ്പമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.